ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ, സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയായി ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയായി ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ വചനവുമായി ഒരിക്കൽ കൂടി നമുക്കായിരിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുവാനുള്ള അവസരങ്ങൾ നമുക്ക് കർത്താവ് പിന്നെയും പിന്നെയും തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന നിത്യജീവൻ്റെ വചനം നമുക്ക് ധാരാളമായി കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോസ്ലിയുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പരീക്ഷ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവത്തിൻ്റെ പരീക്ഷയാണെങ്കിൽ ദൈവം എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരും പറയരുത്. അതിൻ്റെ താഴെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത്, മനുഷ്യൻ പരീക്ഷകളിൽ അകപ്പെട്ടു പോകുന്നത് ദൈവം മനുഷ്യന് അയക്കുന്ന പരീക്ഷകളായിരിക്കണമെന്നില്ല. എന്നാൽ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ പരീക്ഷകൾ വന്ന് ഭവിക്കുന്നതെന്ന് ഓരോരുത്തൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. ഇവിടെ മനുഷ്യൻ്റെ മോഹങ്ങളാണ് മനുഷ്യനെ പരീക്ഷകളിലേക്ക് നയിക്കുന്നത്. മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അത് ദൈവത്താൽ വന്നു എന്ന് ആരും പറയരുത്. സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെടുകയാകുന്നു. മനുഷ്യൻ എപ്പോഴും ഈ ലോകത്തിലെ ആഗ്രഹങ്ങളിലും ചിന്തകളിലും പെട്ട് പ്രിയപ്പെട്ട മനുഷ്യ ഹൃദയത്തിന് നിയന്ത്രണമില്ലാതെ, അല്ലെങ്കിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുമ്പോഴാണ് പരീക്ഷകളും പരിശോധനകളുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്നത്. നാം കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ ചിന്തിക്കുകയുണ്ടായി, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്ന്. എന്നാൽ യാക്കോസ്ലിയ പറയുന്നു, ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന്. യാക്കോസ്ലിയയുടെ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷയുണ്ടാകും. എന്നാൽ പരീക്ഷ മനുഷ്യൻ അത് സന്തോഷത്തോടെ ദൈവത്തോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി പരീക്ഷ തികഞ്ഞു കഴിയുമ്പോൾ, പരീക്ഷ സഹിച്ചു കഴിയുമ്പോൾ, ആ പരീക്ഷയിൽ വിജയിച്ചു കഴിയുമ്പോൾ ദൈവം അവനെ കാണുകയാണ്. എങ്ങനെ? അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ് ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, പരീക്ഷ സഹിച്ച് പരീക്ഷയിൽ നാം ദൈവത്തോടു കൂടെ അതിനെ ജയിച്ച് ആ ദൈവം നോക്കുമ്പോൾ നാം കൊള്ളാവുന്നവനായി തെളിഞ്ഞുവെങ്കിൽ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ പരീക്ഷകളും പരിശോധനകളും എല്ലാം ചിലപ്പോൾ വന്നു എന്ന് വരാം. പ്രിയപ്പെട്ടവരെയും, വേദപുസ്തകത്തിൽ യാക്കോസ്ലിയുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദോഷങ്ങളാൽ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോസ്തലനായ പൗലോസ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വരുന്നത് പരിശോധനകളാണെങ്കിലും, രോഗങ്ങളാണെങ്കിലും, കഷ്ടതകളാണെങ്കിലും, പ്രയാസനങ്ങളാണെങ്കിലും, പ്രതികൂലങ്ങളാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വരുന്നോ അതെല്ലാം ദൈവം അവന് നന്മയ്ക്കാക്കി മാറ്റി കൊടുക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ലോകം നോക്കുമ്പോൾ അത് പ്രതികൂലമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടിയിലും അത് ദോഷമായിരിക്കാം. എന്നാൽ ദൈവം അതെല്ലാം തൻ്റെ മക്കൾക്ക് നന്മയ്ക്കാക്കി തീർത്തു കൊടുക്കുമെന്ന്. ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വഞ്ചിക്കപ്പെടുകയാലാകുന്നു. മനുഷ്യന്റെ ഈ ലോകത്തോടുള്ള ആഗ്രഹവും ആശ്രയവും ഈ ലോകത്തിലെ ഉന്നതകളിലേക്കുള്ള നമ്മുടെ ലക്ഷ്യവുമാണ് നമ്മെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും നാം വഞ്ചിക്കപ്പെട്ടു പോകുന്നതും പിശാചിന്റെ ആലോചനകൾക്ക് നാം വശംവദരായി തീരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നാം ആകൃഷ്ടരായി തീരുന്നു. നമുക്കറിയാം, പലവിധമായ കെണികൾ ഈ ലോകത്തിലുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ പല കെണികളും അല്ലെങ്കിൽ പല ചതിക്കുഴികളും ഉണ്ട് എന്ന് തിരുവചനം നമ്മെ അർപ്പിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും സുപരിചിതമായ കാര്യമാണ് ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം പിടിക്കുവാൻ അവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കൂട്ടിൽ വെച്ച് പ്രിയപ്പെട്ടവരെ അത് തുറന്നു വെച്ച് ആ ആഹാരത്തോടുള്ള ആഗ്രഹം കൊണ്ട്, വാഞ്ച കൊണ്ട് ആ ജീവി അല്ലെങ്കിൽ ആ മൃഗം അത് ആ കെണിയിൽ വന്ന് പറ്റുന്നു എന്ന്. ഈ നാളുകളിൽ നിന്ന് ധാരാളം കേൾക്കാറുണ്ട്. ആടിനെ കൂട്ടിൽ വെച്ചിട്ട്
പുലിയെ പിടിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ആ പുലി നോക്കുമ്പോൾ തൻ്റെ ആഹാരം അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടഭോജ്യമായ ആട്ടിൻകുട്ടി ആ കൂട്ടിനുള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു കെണിയാണെന്നോ അതൊരു ചതിയാണെന്നോ അതൊരു ബന്ധനമായി തീരുമെന്നോ ഒരിക്കലും ആ പുലി ചിന്തിച്ചുകൊണ്ടല്ല കയറുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലും ഇതുപോലെയാണ് പല കെണികളിലും നാം ചെന്ന് പറ്റുന്നത്. പല ബന്ധനങ്ങളും മനുഷ്യ ജീവിതത്തിൽ വന്നു പറ്റുന്നത് ഇതുപോലെയാണ്. നമ്മെ ആകർഷിക്കുന്ന ആകർഷകമായ പല സാധനങ്ങളും അല്ലെങ്കിൽ പല വസ്തുക്കളും ഈ ലോകത്ത് നമ്മുടെ കണ്ണിന് മുമ്പിൽ എപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കെണികളിലും ബന്ധനങ്ങളിലും വഞ്ചനകളിലും പിശാചിന്റെ കുടുക്കിലും നാം ചെന്ന് പറ്റാതിരിക്കണമെങ്കിൽ ദൈവമക്കളെ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും നാം എടുത്തു വയ്ക്കുമ്പോൾ എപ്പോഴും നാം ദൈവത്തോട് കൂടെയായിരിക്കണം. ദൈവത്തോട് ആലോചന ചോദിക്കുക. എൻ്റെ ദൈവമേ, ഇതെൻ്റെ നന്മയ്ക്കാണോ? ഞാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കാര്യം എന്നെ നിന്നിൽ നിന്ന് അകറ്റുമോ? നിന്റെ വചനത്തിൽ നിന്ന് എന്നെ അകറ്റുമോ? ലോകത്തിൽ എനിക്കതൊരു ബന്ധനമായി തീരുമോ? എനിക്ക് ഊർന്നു പോരാൻ പോകാത്ത ഒരു കെണിയായി അത് മാറുമോ? ദൈവമക്കളെ, മനുഷ്യൻ ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവത്തിലൊരു ആശ്രയം ഉണ്ടായിരിക്കണം. ദൈവമേ എന്നൊരു വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ദൈവ ഭയം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ട, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒത്തവണ്ണം ജീവിക്കാൻ നമ്മെ തന്നെ ക്രമപ്പെടുത്തേണ്ടതാണ്. ഈ ലോകത്തിൻ്റെ ആകർഷണമായ പലതിലും ഇന്ന് അനേകരും ചെന്നു പറ്റി ഒരിക്കലും എഴുന്നേറ്റ് പോരാൻ കഴിയാതെ വണ്ണം, തല ഊർന്നു പോരാൻ കഴിയാതെ വണ്ണം നാം ബന്ധനത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇവിടെ നല്ല ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചവരാണ്, ദൈവവിളി കിട്ടിയവരാണ്, ജീവിതത്തിലൊരു സമർപ്പണം ഒരിക്കൽ എടുത്തതാണ്, കാലങ്ങളോടൊന്നും ദൈവത്തോടും ദൈവവിളിയോടും ചേർന്ന് നിന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ പിശാച് നമ്മുടെ മുമ്പിൽ വെച്ചു പോട്ടുന്ന ഈ പ്രലോഭനങ്ങളിലും അവൻ്റെ വഞ്ചനകളിലും കുടുങ്ങി അനേകരും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകരും ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കണം. ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും നാം ദൈവത്തോട് ചോദിക്കണം, ദൈവമുഖത്തേക്ക് നോക്കണം, ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്. പ്രിയപ്പെട്ടവരെ, നാം ഏത് കാര്യത്തിലും ഇടപെട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ബന്ധനങ്ങൾ ഒരിക്കലും ഊർന്നു പോരാൻ കഴിയാത്ത കെണിയിൽ നാം അകപ്പെട്ടു പോകുമെന്ന് പ്രിയപ്പെട്ടവരെ നാം ചിന്തിച്ചു നോക്കണം. തിരുവചനത്തിൽ ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നാം വായിക്കുന്നുണ്ട്. തക്ക സമയം വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്ക് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. രാജാവ് എന്നോട്, അർത്തഹ്ശഷ്ട് രാജാവിന്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവരെ നെഹമ്യാവ് ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വാടിയിരിക്കുകയാണ്. രാജാവ് നോക്കി, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തേന്ന് രാജാവ് ചോദിക്കുന്നുണ്ട്. അതിന്റെ പുറകിൽ നാം വായിക്കുമ്പോൾ രാജാവ് തന്നെ പറയാണ്, ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ എന്ന്. രാജാവ് കണ്ടു നെഹമ്യാവിന്റെ മുഖം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അവന്റെ മുഖം വാടിയിരിക്കുകയാണെന്ന് വായിക്കാം. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. രാജാവിന്റെ മുമ്പിൽ നെഹമ്യാവ് നിൽക്കുമ്പോൾ അവന്റെ മുഖം വാടിയിരിക്കുമ്പോൾ രാജാവ് ചോദിക്കുകയാണ്, നിന്റെ അപേക്ഷ എന്താണെന്ന്. അതിന്റെ തൊട്ടു മുകളിലുള്ള വാക്യം കൂടി വായിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ് ആയിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ നെഹമ്യാവിന്റെ മുഖം വാടാനുള്ള എന്റെ ദുഃഖത്തിന്റെ മനോവസനത്തിന്റെ കാരണം എന്താണെന്ന് രാജാവിനോട് പറയുകയാണ്. എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും, അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ, എന്റെ മുഖം വാടാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നെഹമ്യാവിന്റെ മുഖം വാടാനുള്ള കാരണം എന്താണ്? എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും മതിലെല്ലാം ഇടിഞ്ഞ് ശത്രു കയറി നിരങ്ങിക്കെടുക്കുകയാണ്. അതുകൊണ്ടാണ് രാജാവേ എന്റെ മുഖം വാടിയിരിക്കുന്നത്. രാജാവ് ചോദിച്ചു, നിന്റെ അപേക്ഷ എന്താണ്? ഞാൻ നിനക്ക് എന്താണ് സാധിപ്പിച്ചു തരേണ്ടതെന്ന് വായിക്കാം. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് അങ്ങനെ ഒരു ഉത്തരം രാജാവിൽ നിന്ന് കിട്ടിയപ്പോ നിന്റെ അപേക്ഷ എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് തക്കതായ ഒരു ചോദ്യം രാജാവ് ചോദിച്ചപ്പോൾ നെഹമ്യാവ് ചാടി ഉത്തരം പറയുകയല്ല. പിന്നെയോ നെഹമ്യാവ് ദൈവത്തോട് ചോദിച്ചു, ദൈവമുഖത്തേക്ക് നോക്കി എന്താണ് വേണ്ടതെന്ന് വായിക്കാം. രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ, എനിക്ക് രാജാവിന്റെ സന്നിധിയിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക്
അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ദൈവത്തിന് ഉണർത്തിച്ചു. സ്തോത്രം. ആ തക്ക സമയത്ത് നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് തൻ്റെ ആഗ്രഹം രാജാവിനെ അറിയിച്ചു. എന്ത്? എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ആ യഹൂദയില് എനിക്ക് ചെന്ന് അതിൻ്റെ മതിലുകളൊന്ന് പണിയണം, അതിൻ്റെ വാതിലുകളൊന്ന് ശരിയാക്കണം. രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ടൊന്ന് അയക്കണമേ എന്ന്. ദൈവമക്കളെ, നാം എന്താ മനസ്സിലാക്കേണ്ടത്? തക്ക സമയത്ത് ഒരവസരം കിട്ടിയപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് നെഹമ്യാവ് തൻ്റെ കാര്യം രാജാവിനെ അറിയിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നെഹമ്യാവിൻ്റെ ഹൃദയത്തിലെ ആ ആഗ്രഹം പോലെ അവൻ്റെ മുഖത്തിൻ്റെ വാട്ടം മാറുവാൻ തക്കവണ്ണം രാജാവ് അവനെ സകല സന്നാഹങ്ങളോടും കൂടെ അവൻ്റെ പിതാക്കന്മാരുടെ കല്ലറുകളുള്ള പട്ടണങ്ങളിലേക്ക് അയച്ചു എന്ന്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ദൈവമുഖത്തുനിന്നൊരു ദൈവത്തിൻ്റെ കണ്ണ് ഒരിക്കലും പറഞ്ഞു പോകരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് കൂടെ നടക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നിത്യനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നിന്ന് അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു പരിപാലിച്ച് നടത്തുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ തൻ്റെ മോഹന സൃഷ്ടികളായ ആദാമിനെയും ഹവ്വായെയും ദൈവമാക്കി. നാം വായിക്കുന്നുണ്ട്, ദിവസവും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന്. ദൈവമക്കളെ, ആ സന്തോഷമുള്ള കുടുംബം, ദൈവവും ആദാമും ഹവ്വായുമുള്ള ആ സന്തോഷപ്രദമായ ആനന്ദപ്രദമായ ദൈവ സാന്നിധ്യമുള്ള ദൈവം ഇറങ്ങി വരുന്ന ആ കുടുംബജീവിതത്തെ തകർക്കുവാൻ പിശാച് പദ്ധതിയിട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് അവിടെ നമുക്ക് കാണാൻ കഴിയും, പിശാച് ഒരിക്കല് ആദാം ഇല്ലാത്തപ്പോൾ കടന്നു വന്ന് ഹവ്വായെ പ്രലോഭിപ്പിക്കുകയാണ്. എന്ത്? ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷഫലം കാട്ടിക്കൊടുത്തുകൊണ്ട് അത് തിന്നാൽ നിങ്ങൾ മരിക്കയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന്. ദൈവമക്കളെ, ദൈവത്തെ പോലെയാകുമെന്നുള്ള ആ പ്രലോഭനത്തിന്റെ വാക്കുകൾ, പിശാചിന്റെ ആലോചനകൾ ഹവ്വായുടെ ഹൃദയത്തെ ആ പാപത്തിലേക്ക് വീഴ്ച എന്ന് വായിക്കുന്നുണ്ട്. വായിക്കാം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പ്രിയപ്പെട്ട, എന്ത് കട്ടായമായിട്ട് അല്ലെങ്കിൽ എന്ത് കണിശമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ മരിക്കയില്ല, നിശ്ചയമാണ്. ദൈവം പറഞ്ഞിരിക്കുന്നു മരിക്കുമെന്നാൽ അതിനേക്കാളും ഹവ്വായുടെ ഹൃദയത്തിൽ അപ്പോൾ വിശ്വാസം ആ പിശാചിന്റെ ആലോചനയ്ക്കാ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെക്കാൾ ഉപരിയായി മറ്റെന്തെങ്കിലുമാണോ നമുക്ക് വിശ്വാസം? പ്രിയപ്പെട്ടവരെ, ചിലർ പറയും അത് സഭയുടെ വിശ്വാസമാണ്, അത് പിതാക്കന്മാരുടെ വിശ്വാസമാണ്. പ്രിയപ്പെട്ട, ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ അനേക കാര്യങ്ങളിലാണ് മനുഷ്യൻ ഊന്നി നിൽക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പിതാക്കന്മാരുടെ വിശ്വാസമല്ല വലുത്, സഭയുടെ അടിസ്ഥാനമല്ല വലുത്. പിന്നെയോ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ മാറ്റമില്ലാത്ത ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യമായ ഒരിക്കലും മാറാത്ത അവന്റെ തിരുവചനമാണ് നമ്മുടെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ബാക്കി പ്രമാണങ്ങളോ പ്രിയപ്പെട്ടവരെ പാരമ്പര്യങ്ങളോ അതൊക്കെ പിന്നീടുണ്ടായതാണ്. നാം മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ വചനപ്രകാരം, കർത്താവിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയില്ലെങ്കിൽ നിത്യതയിൽ നമുക്ക് എത്താൻ കഴിയുകയില്ല. ദൈവം പറഞ്ഞിരുന്നു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്. എന്നാൽ പിശാച് പറഞ്ഞു, അത് നിങ്ങൾ മരിക്കയില്ല, പിന്നെയോ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന്. വായിച്ചോ. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും, ദൈവത്തിന് നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു. ദൈവം പറഞ്ഞിരുന്ന എന്താ? അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന്. പിശാച് പറഞ്ഞു, അത് തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും. പ്രിയപ്പെട്ട, അപ്പൊ അവരുടെ കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു. നാം മനസ്സിലാക്കണം, അന്നുവരെയും അവർ ദൈവതേജസ് ഉടുത്തവരായിരുന്നു, ദൈവ സാന്നിധ്യം അനുഭവിച്ചവരായിരുന്നു. പ്രിയപ്പെട്ട, തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവർക്ക് നഗ്നത തോന്നിയിരുന്നില്ല എന്ന്. എന്നാൽ ദൈവമക്കളെ, പിശാച് പറഞ്ഞത് ഒരു വിധത്തിൽ സത്യമായിരുന്നു. എന്ത്? ആ വൃക്ഷഫലം തിന്നപ്പോൾ അവരുടെ മാനുഷികമായ കണ്ണവർക്ക് തുറന്നു, പുറമേയുള്ള കണ്ണു തുറന്നു. അവർ തിരിച്ചറിഞ്ഞു എന്ത്? ഞങ്ങൾ നഗ്നരായി പോയല്ലോ എന്ന്. ദൈവമക്കളെ, അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ, ദൈവോധനം വിട്ട് ജീവിക്കുമ്പോൾ, പിശാചിന്റെ ആലോചനയ്ക്ക് നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്? നാം പരിശുദ്ധാത്മാവിന്റെ ആലോചനകളിൽ നിന്നും, ദൈവമക്കളിൽ നിന്നും, ദൈവ തേജസ്സുള്ള രംഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ഹൃദയം ഓടിയകലം വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ഹൃദയം ഇന്ന് കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും കർത്താവിൻ്റെ മക്കളോടും ചേർന്ന് നിൽക്കാൻ കൊതിക്കുന്ന ഹൃദയമാണോ, അതോ ഈ ലോകത്തിലേക്ക് നമ്മുടെ ഹൃദയം ഊർന്നൂർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ? പലതിലേക്കും നമ്മുടെ ഹൃദയം പോയിക്കൊണ്ടിരിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകമാണോ നമ്മുടെ കണ്ണിന് മുമ്പിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നത്? കണ്ണടച്ചാലും തുറന്നിരുന്നാലും ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം വ്യാപൃതമായിരിക്കുകയാണോ? ദൈവമക്കളെ, ആദാമിൻ്റെ ഹവ്വായുടെയും ജീവിതത്തില് പിശാച് കൊടുത്ത ആലോചനയ്ക്ക് ഹവ്വ ഇടം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആദാമിൻ്റെ ആ സന്തോഷമുള്ള കുടുംബജീവിതം തകർന്നു പോയി എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളുടെ അനേകരുടെ ജീവിതത്തില് ദൈവമക്കളെ, ചിലരെ മുമ്പോട്ട് തള്ളിവിടും. മുമ്പോട്ട് തള്ളിയിട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ ഭാര്യയെ ഉപയോഗിക്കും, ചിലപ്പോൾ നമ്മുടെ മക്കളെ ഉപയോഗിക്കും, നമ്മുടെ സ്വന്തക്കാരെ, ചിലപ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളെയൊക്കെ പിശാച് ഉപയോഗിച്ചു എന്ന്. ദൈവമക്കളെ, എവിടെയാണ് നമുക്ക് പരീക്ഷകളും പരിശോധനകളും വരുന്നതെന്ന് നാം അറിയില്ല. പ്രിയപ്പെട്ടവരെ, എപ്പോഴും കർത്താവിനോട് കൂടെ നിൽക്കണം. ദൈവമൊന്ന് കണ്ണു പറിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും പ്രമാണങ്ങളോ പാരമ്പര്യങ്ങളോ സഭയുടെ അടിസ്ഥാനങ്ങളോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഈ തിരുവചനമാകുന്ന അടിസ്ഥാനത്തിൽ നാം ഉറച്ചു നിൽക്കണം. ദൈവവചനത്തെക്കാൾ അധികമായി പിശാചിന്റെ ആലോചനയ്ക്ക് ഹവ്വ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷകളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ കർത്താവ് അതിൽ നിന്ന് ഒഴിവുള്ളവനായിരുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ ജീവിതത്തിലും പരീക്ഷകളും പരിശോധനകളും പ്രലോഭനങ്ങളും എല്ലാം കടന്നു വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്. 1-ാമത്തെ പരിശോധന 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് 40 ദിവസം ആഹാരമൊന്നും കഴിക്കാതെ മരുഭൂമിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടെ ഇരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ തക്കത്തിന് പിശാച് എന്ന് കർത്താവിനോട് പറയുകയാണ്. വായിക്കാം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് ചെന്നു. പ്രിയപ്പെട്ടവരെ, ആരുടെ അടുത്താ? ഒരു സാധാരണക്കാരായ നമ്മെ പോലുള്ളവരുടെ ഇടയിലല്ല, കൂട്ടായ്മ നടത്തുന്നവരുടെ ഇടയിലല്ല, സഭയുടെ മേലധ്യക്ഷന്മാരുടെ അല്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ദൈവോത്തരനായ ഉയരത്തിൽ നിറങ്ങി വന്ന ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ അരിയിലേക്കാണ് പിശാചി എന്നിരിക്കുന്നത്. വായിച്ചോ. നീ ദൈവോത്തരനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ പിശാചി പറയാണ്. പിശാചിനറിയാം എന്ത് ഇവൻ ആരാണെന്ന്. ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമാണെന്ന് പിശാചിനറിയാം. എന്നാൽ പിശാചി പറയാണ്, നീ ദൈവോത്തരനാണെങ്കിൽ ഈ കല്ലിനോട് ഒരു അപ്പമായി തീരാൻ പറഞ്ഞേ. വായിച്ചോ. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനം കൊണ്ട് തന്നെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനങ്ങൾ കൊണ്ടും മനുഷ്യൻ ജീവിക്കുന്നു എന്ന് കർത്താവ് പിശാചിനെ വചനം കൊണ്ട് നേരിട്ടു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവും പരീക്ഷകളെ നേരിടേണ്ടി വന്നു. യേശുക്രിസ്തുവിന്റെ മുമ്പിലും പ്രലോഭനങ്ങൾ കടന്നു വന്നുവെന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ ദുഷ്ടനായ പിശാച് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അവൻ പ്രലോഭനങ്ങളും പരീക്ഷകളും പരിശോധനകളും പ്രതിബന്ധങ്ങളും എല്ലാമായിട്ട് നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുന്നവനാണ്. ഒന്നാമത് കർത്താവിനോട് പറഞ്ഞു, നീ 40 ദിവസമായി ആഹാരം കഴിച്ചിട്ട് നീ വിശന്നിരിക്കുകയല്ലേ, ഈ കല്ലൊരെണ്ണം പാകമാക്കാവോ? നീ ദൈവോത്തരനാണെന്ന് എല്ലാവരും അറിയുമല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ദൈവോത്തരനായ ക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തീർന്നില്ല. 2-ാമത്തെ പരീക്ഷ വായിക്കാം. 4-8 വായിക്കാം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൊണ്ടുപോയി. പിന്നെ പിശാച് കർത്താവിനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ സകല മഹത്വവും ഉന്നതികളും എല്ലാം കർത്താവിനെ ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൊണ്ടു നിർത്തി കാണിച്ചു കൊടുക്കുകയാണ്. വായിച്ചോ. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിശാച് പറയുകയാണ്, ഇതെല്ലാം നീ കാണുന്നതെല്ലാം നിനക്ക് തരാം, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ്. 4:10 വായിച്ചേ. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. 2-ാമത്തെ പരീക്ഷ ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി നീ ദൈവോത്തരനെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ പരീക്ഷ കല്ലിനെ അപ്പമാക്കുക. 2-ാമത്തെ പരീക്ഷ ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി
നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കാക്കാൻ സ്വർഗത്തിലെ ദൂതന്മാർ വരുമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമത്തെ പരീക്ഷയാണ്. ഈ ലോകത്തിലെ സകല മഹത്വവും കാണിച്ച് പിശാച് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന്. ദൈവമക്കളെ, നാം എന്താ മനസ്സിലാക്കേണ്ടത്? പിശാച് പറഞ്ഞ ഒരു വലിയ സത്യമാണെന്ത്? ഈ ലോകവും ഇതിൻ്റെ മോഹങ്ങളും ഇതിൻ്റെ മഹത്വങ്ങളും എല്ലാം പിശാചിൻ്റെ അധീനതയിൽ ഇരിക്കുകയാണെന്ന് കർത്താവിനോട് പറഞ്ഞു. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാമെന്ന്. ദൈവമക്കളെ, നാം എപ്പോഴും മനസ്സിലാക്കണം, ഇന്ന് നാം കെട്ടിപ്പിടിച്ചിരിക്കുന്ന, നാം വാരിപ്പുണർന്നിരിക്കുന്ന, നാം അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്റെ അധീനതയിലുള്ളതാണ് നമ്മുടെ സമ്പാദ്യമെന്നെല്ലാം നാം ഓർക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരുമ്പോൾ, ദൈവവേദനായി നിന്റെ കരങ്ങളിൽ എത്തുമ്പോൾ, മകനെ, നീ അതെല്ലാം കുരിശിന്റെ ചൂട്ടിൽ വെച്ചിട്ട് കുരിശിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇതിൻ്റെ മേലുള്ള ശാപങ്ങളും ബന്ധനങ്ങളും ഒന്നും എന്നെ തൊടാതെ കർത്താവേ, ഇതൊന്നും എൻ്റെ ലക്ഷ്യം തെറ്റിച്ച് കളയാതെ നിന്റെ കുരിശോട് എന്നെ ചേർത്ത് പിടിക്കണമേ. ദൈവമക്കളെ, ലോകത്തിൽ സമ്പാദിക്കുന്നത് തടസ്സമാണോ? പ്രിയപ്പെട്ടവരെ, പണമുണ്ടാവുന്ന പാപമാണോ? ഒരിക്കലുമല്ല. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അബ്രാഹാം ബഹുസമ്പന്നനായിരുന്നു എന്ന്, യോബ് ബഹുസമ്പന്നനായിരുന്നു എന്ന്. ദൈവമക്കളെ, എന്നാൽ സമ്പത്തല്ല പാപമായിരുന്നു. പിന്നെയോ കർത്താവ് പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നതാണ് പാപം, സമ്പത്ത് ഉണ്ടാകുന്നതല്ല പാപം, ധനം സമ്പാദിക്കുന്നതല്ല പാപം. പിന്നെയോ നമ്മുടെ ആശ്രയം എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ദൈവമക്കളെ, നാം ചിന്തിക്കാറുണ്ടോ നമ്മുടെ ആശ്രയം എവിടെ ഇരിക്കുന്നു എന്ന്? ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ എൻ്റെ സമ്പാദ്യങ്ങളോ എൻ്റെ നിക്ഷേപങ്ങളോ വസ്തുവകളിലൂടെ എല്ലാം നടക്കുമ്പോൾ, ദൈവമക്കളെ, ഈ കാലങ്ങളിൽ എൻ്റെ ഹൃദയം പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്, മകനെ, ഇതെല്ലാം വിട്ട് കടന്നു പോകുന്നൊരു ദിവസമുണ്ട് എന്ന്. ദൈവമക്കളെ, പൂർവികമായി ലഭിച്ചതും നാം നേടിയതും പ്രിയപ്പെട്ടവരെ ഒന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല, ഒന്നും നമ്മുടെ കൂടെ പോരുകയില്ല. ഞാൻ എപ്പോഴും പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ ഹൃദയം ഇതിൽ നിന്നെല്ലാം ഒരുപടി ഉയർന്നു നിൽക്കണം. കാരണം ഇതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം, ഇതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ അടുത്ത ദിവസം ഒരു പ്രായാധിക്യത്തിലുള്ള ഒരു മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. സാറേ, ഈ ലോകത്തിലെ ആശ്രയമെല്ലാം വിടണം. പ്രായമേറിയൊരു വരും തോറും, മരണം അടുത്തടുത്ത് വരും തോറും നമ്മുടെ ഹൃദയം ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം. കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചമായി കടന്നു വരുമ്പോൾ ഈ ലോകം നമ്മുടെ ഹൃദയത്തിൽ നകന്നകന്നു പോയിക്കൊള്ളും. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ ആശ്രയം ഇന്ന് എവിടെയാ? നമ്മുടെ ലക്ഷ്യം ഇന്ന് എന്താ? നമ്മുടെ ഹൃദയം എവിടെയാ പതിഞ്ഞിരിക്കുന്നത്? ഈ ലോകത്തിലെ നിക്ഷേപങ്ങളിലാണോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ അവർ സമ്പന്നന്മാരായിരുന്നു. ഭൂമിയിൽ പലതും അവർക്കുണ്ടായിരുന്നുവെങ്കിലും എബ്രായലേഖനം 11 നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞവർ കടന്നുപോയി എന്ന്. ദൈവമക്കളെ, ഈ അടുത്ത കാലത്തിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞൊരു കാര്യമാണ് എന്ത്? അബ്രാഹാം വിശ്വാസത്തിൽ മരിച്ചു എന്ന്. ദൈവമക്കളെ, വിശ്വാസത്തിൽ മരിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? വിശ്വാസത്തിൽ ഞാൻ മരിക്കുമോ? മാനസാന്തരത്തിൽ ഞാൻ മരിക്കുമോ? യേശുക്രിസ്തുവിനോടുകൂടെ ഞാൻ മരിക്കുമോ? ഇല്ലെങ്കിൽ എല്ലാം വെറുതെ ആയി പോകും. പ്രിയപ്പെട്ടവരെ, ഓട്ടവും അധ്വാനവും എല്ലാം വെറുതെ ആയി പോകും. ദൈവമക്കളെ, നീ ഓർത്തു കൊള്ളണം, മരിക്കുന്നെങ്കിൽ കർത്താവിനോട് കൂടെ മരിക്കണം, ജീവിക്കുന്നെങ്കിൽ കർത്താവിനോട് കൂടെ ജീവിക്കണം. കർത്താവിനെ കൂടാത്ത ജീവിതം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് കടന്നുപോയി. നമുക്ക് വായിക്കാം എബ്രായലേഖനം 2-ാം വാക്യം വായിക്കാം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടാനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് താൻ തന്നെ പരീക്ഷകളേറ്റ് പരീക്ഷയെ ജയിച്ചവനായി ജീവിക്കുന്നതുകൊണ്ട് പരീക്ഷ അനുഭവിക്കുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. ദൈവമക്കളെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങൾ രോഗമാകുന്ന പരീക്ഷയിലൂടെ, കഷ്ടതയാകുന്ന പരീക്ഷയിലൂടെ, കടമാകുന്ന പരീക്ഷയിലൂടെ, പ്രതികൂലമാകുന്ന പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കേട്ടുകൊള്ളുക, മക്കളെ, ഇതിനെല്ലാം ജയിച്ചവനാണ് യേശുക്രിസ്തു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. സകല പരീക്ഷകളെയും പരീക്ഷകരെയും ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് അവൻ. ദൈവമക്കളെ, നമ്മുടെ ആശ്രയം അവിടെയായിരിക്കണം. എബ്രായലേഖനം 4:15 വായിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാഴ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ
സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനെത്ര. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പാപമൊഴികെ സകലത്തിലും മനുഷ്യ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളും പ്രലോഭനങ്ങളും എല്ലാം ജയിച്ചവനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിടുവാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം മനുഷ്യർക്ക് നടപ്പല്ലാത്ത, ആർക്കും വരാത്ത പരീക്ഷകളൊന്നുമല്ല നമുക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. ഏത് പരീക്ഷ വരുമ്പോഴും അതിനോട് കൂടെ പോക്കുവഴിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനമാണ് ഇത്. പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും തരുന്നവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷകൾ വരാതെ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ വരുന്ന ലോകമാണ്, പരീക്ഷകനുള്ള ലോകമാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയെ നാം വിവരിക്കേണ്ടി വരും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഈ പരീക്ഷകളെ ജയിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്ന് വായിക്കാം. പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ദൈവമക്കളെ, പരീക്ഷ വന്നാലും പരീക്ഷയിൽ അകപ്പെട്ടു പോകാതിരിപ്പാനായാലും നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. എപ്പോഴും നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും കർത്താവിനോടുള്ള ഏകാഗ്രത, കർത്താവിനോട് കൂടെയുള്ള ജീവിതം. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം പാപത്തിന്റെ മേൽ ജയമുള്ള ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ലോകത്തിന്റെ മേൽ ജയമുള്ള ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ഭാവിയോർത്ത് നിത്യതയോർത്ത് പ്രത്യാശയുള്ള ജീവിതമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ.